അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 38-ാം തിരുവാക്യം. യേശു സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്കു വേണ്ടി അവിടുത്തോട് സഹായം അപേക്ഷിച്ചു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, പനി ബാധിച്ച് കിടപ്പിലായിരുന്ന ശിമയോന്റെ അമ്മായിയമ്മയെ അങ്ങ് സൗഖ്യപ്പെടുത്തുവാൻ ഇടയായത് ആളുകൾ അവൾക്ക് വേണ്ടി അങ്ങയുടെ സഹായം അപേക്ഷിച്ചത് കൊണ്ടാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ദൈവമേ, ഈ ലോകത്തിൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവർക്കെല്ലാം വേണ്ടി അങ്ങയോട് സഹായം അപേക്ഷിക്കുവാൻ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നുകൊണ്ട് അവരെ എല്ലാവരെയും ഏറ്റെടുക്കുവാനും കരം പിടിച്ചുയർത്തുവാനും കൃപ നൽകണമേ എന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ നിലവിളി കർത്താവേ, പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യത്തിന് കാരണമായതുപോലെ ഞാനും ഇതാ നിലവിളിക്കുന്നു. അങ്ങ് തക്ക സമയത്ത് കടന്നു വന്ന് ദൈവമേ, വേദനിക്കുന്നവരെ, കണ്ണുനീരിൽ കഴിയുന്നവരെ, കഷ്ടതയിൽ കഴിയുന്നവരെ കരം പിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി